പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സൗഖ്യത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കട്ടെ. കർത്താവ് നമുക്ക് മുമ്പായി നടകൊള്ളുന്നുണ്ട്. അവൻ നമ്മുടെ രക്ഷിക്കുന്ന വീരനാണ്. ഭയപ്പെടാതെ നമുക്ക് മരുപ്രയാണം കടന്നു തീർക്കാം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 5:20 2 Corinthians chapter 5 verse 20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കോളിങ്ങിനെക്കുറിച്ച് ചില സത്യങ്ങൾ നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിയാൻ മേലെങ്കിൽ ഒരു കാര്യം സിമ്പിളായിട്ട് ഓർത്തിരിക്കണം. അതായത്, ദൈവം നിന്നെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക പേർപ്പസിന് വേണ്ടിയാണ്. ആ പേർപ്പസ് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോ വൺ എൽസ് ക്യാൻ ഫിൽ ദാറ്റ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഒരു ക്ലിയർ പ്ലാൻ നിന്നെക്കുറിച്ചുള്ളത് ദൈവം നിറവേറ്റും. നീ ഏൽപ്പിച്ചു കൊടുക്കണം. പക്ഷെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ തോൽവി നേരിടും. എന്നാൽ ഓർക്കണം, അതും ആ പ്ലാനിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ പ്ലാൻ ഒരിക്കലും ദൈവത്തിൻ്റെ പ്ലാനിനെ മറികടക്കരുത്. ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും നമ്മുടെ പ്ലാൻ നമ്മുടെ വിചാരത്തെ കഴിഞ്ഞ് ഉയർന്നതാണ്. ഏത് എൻകൗണ്ടർ ജീവിതത്തിൽ വരുമ്പോഴും, ഏത് മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ഉള്ളത് കടന്നു വരുമ്പോഴും, അതിൽ കൂടിയെല്ലാം നാം പഠിച്ചെടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം, ക്രൈസ്റ്റ് ലവ് ടു അതേഴ്സ്, മറ്റുള്ളവരോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നാം വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അതോടൊപ്പം ജനത്തെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കുന്നവരായിരിക്കണം. ജനത്തെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കരം പിടിച്ച് അടുപ്പിക്കുന്നതായിരിക്കണം. ഒരു വാക്യം സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സദൃശവാക്യം 19:21. സദൃശവാക്യം 19:21. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ദൈവം ഇതിലെ ഓർത്തുകൊള്ളണമേ. നിവൃത്തിയാകുന്ന ആലോചന ദൈവത്തിൻ്റേത് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സദൃശവാക്യം 11:24 ഇങ്ങനെ പറയുന്നു, മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല വാക്ക് പറയാൻ ബന്ധപ്പെടാറുണ്ടോ? മനസ്സ് ഇടിച്ചു കളയുന്നൊരു വ്യസനമാണ് മനോവ്യസനം. എന്നാൽ ഒരു നല്ല വാക്ക് ആ മനസ്സിനെ സന്തോഷിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കണമേ, ലോകം വലുതൊന്നും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു നല്ല വാക്ക് പറയുവാൻ, ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിർത്താൻ കുഞ്ഞെ നിനക്ക് കഴിയുമോ? ദൈവത്തോട് നാം ഗൈഡൻസും വിസ്ഡവും ചോദിക്കണം. തീർച്ചയായിട്ടും അവൻ നമുക്ക് തരും. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടതായിരിക്കണം. നമ്മുടെ ഹാർട്ട്, അവർ സോൾ, അവർ മൈൻഡ്, അവർ സ്ട്രെങ്ത് എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ തീ ഊതി കത്തിക്കുന്നത് പോലെ നമ്മുടെ ഗിഫ്റ്റ്സ് ആൻഡ് ടാലൻസ് നമ്മൾ കത്തിക്കണം. നമ്മെ തന്നെ മറ്റുള്ളവർക്ക് നാം അവൈലബിളാക്കി കൊടുക്കണം. ബന്ധങ്ങളിൽ നാം ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്നും എടുക്കണ്ട കേട്ടോ, പക്ഷെ അവൻ തരുന്നതെല്ലാം നീ റിസീവ് ചെയ്യുക.
അവനിൽ റെസ്റ്റ് ചെയ്യുക. നിനക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സകല പ്രൊവിഷനും നിനക്ക് റെസ്റ്റ് തരും കുഞ്ഞെ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അബണ്ടൻസും ഉണ്ട്, സ്കേഴ്സിറ്റിയുമുണ്ട്. അതായത് ധാരാളമായും കാണും, കുറവായും കാണും. ദൈവം തരുന്നതെല്ലാം ധാരാളമായിട്ടാണ് കേട്ടോ. ധാരാളമായി അനുഭവിപ്പാനാണ് അവൻ എല്ലാ നല്ല കാര്യങ്ങളെയും ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ജീവനാണെങ്കിലും അവൻ എന്തിനാണ് വന്നത്? നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും നമുക്കൊരു അബണ്ടൻ്റ് ലൈഫ് തരാനാണ് നമ്മുടെ പിതാവാം ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിന് എത്ര നന്ദി കരയറ്റിയാൽ മതിയാവും അല്ലേ? ദൈവത്തിൻ്റെ സ്റ്റോർ ഹൗസ് കുഞ്ഞെ നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ളത് അവൻ്റെ സ്റ്റോർ ഹൗസിലുണ്ട്. സൗഖ്യങ്ങൾ അവൻ്റെ സ്റ്റോർ ഹൗസിലുണ്ട്. ഇന്ന് ഈ ഡിവോഷണൽ സ്റ്റഡി കേൾക്കുന്ന എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിനക്ക് മനസ്സിനാണോ കുഞ്ഞെ സൗഖ്യം വേണ്ടത്? നിൻ്റെ ശരീരത്തിനാണോ? നിൻ്റെ അസ്ഥികൾക്കാണോ? നിൻ്റെ മസിലിനാണോ? എവിടെയാണ് നിനക്ക് സൗഖ്യം വേണ്ടത്? അതവൻ്റെ സ്റ്റോർ ഹൗസിലുണ്ട്. അപ്പൻ്റെ പക്കലുള്ളതെല്ലാം മക്കൾക്ക് ലഭിക്കും അല്ലേ? ഈ ലോകത്തിലെ അപ്പൻ്റെ പക്കലുള്ളതിൻ്റെ അവകാശികൾ ആരാ? മക്കളാകുന്ന നമ്മളാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾക്ക് അവൻ തരാതിരിക്കുമോ? അവൻ നമുക്ക് തരുന്നതിനകത്ത് വേറൊരു ഉദ്ദേശം കൂടുണ്ട്. നാം അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയും കൂടെ. ഗീവ് ജനറസ്ലി, ബ്ലസ് അതേഴ്സ്, ഗോഡ് വിൽ റീപ്ലെനിഷ് യുവർ സ്റ്റോഴ്സ്. ഹല്ലേലൂയ. എല്ലാം ഷെയർ ചെയ്യുവാനുള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണണം. ഒരു ഭക്തൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഷെയർ യുവർ സ്റ്റോറി, ഷെയർ യുവർ എക്സ്പീരിയൻസ്, ഷെയർ യുവർ ടാലൻറ്റ്സ്, ഷെയർ യുവർ ഗിഫ്റ്റ്സ്, ഷെയർ യുവർ സ്ട്രെങ്ത്, ഷെയർ യുവർ അൺഎക്സ്പെക്റ്റഡ്, ഷെയർ യുവർ വേർഡ്സ്, ഷെയർ യുവർ തോട്ട്സ്, ഷെയർ യുവർ ഫുഡ്, ഷെയർ യുവർ ടൈം, ഷെയർ യുവർ ഹാർട്ട്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ കഥയൊക്കെ ഷെയർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നൊരു വാക്യമാണ് സാക്ഷ്യം അല്ലേ? ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. ഷെയർ, ഇറ്റ്സ് ഓൾ എ ഗിഫ്റ്റ് എനിവേ. ഞാനീ പറഞ്ഞതൊക്കെ ഏത് കാരണവശാലും മറന്നു പോയില്ലേ, അതൊരു ഗിഫ്റ്റാണ്. അതെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നതാണ്. അവൻ ഒരു കൃപാക്കടല. കടലിൽ നിന്ന് നമ്മൾ വെള്ളം കോരിയാൽ തീരുമോ? കടലിലെ വെള്ളം ഒരിക്കലും പറ്റത്തില്ലല്ലേ. അതിനകത്തെ അളവ് കൂടിയും കുറഞ്ഞു ഇരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ പറ്റിപ്പോത്തില്ല. അപ്പോൾ മനസ്സിലാകണം, നമ്മുടെ കർത്താവ് കൃപാക്കടലാണെങ്കിൽ നമുക്ക് എത്രമാത്രം കൃപ അവൻ പകർന്നു തരും. ആ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മെ അവൻ യോഗ്യരായി കണ്ടല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? നാം അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നാം അനേകർക്ക് ഒരു സഹായമായി തീരട്ടെ. അങ്ങനെയൊക്കെ ആയിത്തീരണമെങ്കിൽ നാം ആദ്യം നമ്മുടെ രക്ഷകനുമായി ഒരു വലിയ സ്നേഹത്തിലായിത്തീരണം. ആഴമായ സ്നേഹം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള ഭയം നമ്മെ കാർന്നു തിന്നുവാൻ വരുമ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശിലേക്കൊന്ന് നോക്ക്. ആ ക്രൂശിൻ്റെ ചുവട്ടിലൊന്നിരിക്കുവാൻ കുഞ്ഞെ നീ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അവസാനത്തുള്ളി രക്തം പോലും നിനക്കൂറ്റിത്തന്ന് നിന്നെ ജയത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. അവൻ ഇനിയും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് നന്മ തരുവാൻ അവനൊരുക്കമാണ്. ആ ഒരുക്കത്തിൽ സകലതും അവൻ്റെ പാദപീഠം സമർപ്പിച്ച് ഒരു കാര്യം മാത്രം ഓർക്കണം: ഈ ലോകത്തിന് നമ്മെ ആവശ്യമുണ്ട്. കുഞ്ഞെ, നിന്നെ ഈ ലോകത്തിന് ആവശ്യമുണ്ട്. നീ അവൈലബിളാക്കി കൊടുക്കാമോ? ഞാൻ എപ്പോഴും പറയും, ഗോഡ് ഓൾവേസ് ലുക്ക് ഫോർ അവൈലബിൾ പേഴ്സൺസ്, നോട്ട് ഏബിൾ പേഴ്സൺസ്. മോശയെപ്പോലെ ഞാൻ വിക്കനാന്ന് പറഞ്ഞ് മാറി നിന്നാലും എര്മ്യാവിനെ പോലെ
ഞാൻ ബാലനാന്ന് പറഞ്ഞ് മാറി നിന്നാലും ഈ ദൈവം നിന്നെ മാറ്റി നിർത്തത്തില്ല കേട്ടോ. നിന്നെക്കൊണ്ട് ചെയ്യിച്ചെടുക്കേണ്ടതെല്ലാം അവൻ ഈ ലോകത്തിൽ ചെയ്യിച്ചെടുക്കും. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം. കർത്താവേ, അത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഞങ്ങളത് അനേകർക്ക് കൊടുക്കുവാൻ, ദാതാവിൻ്റെ ആ ദാനങ്ങൾ സെൽഫിഷായിട്ട് ഞങ്ങൾ അനുഭവിപ്പാൻ മാത്രമല്ല, അനേകരതിൻ്റെ അനുഗ്രഹം അനുഭവിപ്പാൻ, അനേകരതിൽ നിന്നുള്ള സഹായം പ്രാപിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ തക്കോണം സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.